എന്താണ് സുഖല്ലേ? സുഖമായിട്ട് പോകണം. അറിഞ്ഞില്ലേ മെസ്സി വന്നോട്ടെ, നമുക്ക് സന്തോഷം. കുട്ടികളെ കാണട്ടെ, ആവേശത്തോട് കളിക്കട്ടെ. പക്ഷെ കളി സ്പോർട്സിന്, അതായത് കളി പന്തളിക്ക് എന്തെങ്കിലും കൊണ്ടുണ്ടോ ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. 250 കോടി അങ്ങാട്ടാ അവനെ കൊണ്ടുവരാൻ വേണം അതെ. പിന്നെ എതിർ ടീം വരും, അവർക്കും വേണം ഒരു 100 കോടി. അങ്ങനെ 250 കോടി അവരെ കൊണ്ടുവരാന്, കളി കാണിക്കാനും. ഇല്ല നല്ല കാര്യം, ഞാൻ പറഞ്ഞേ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്റെ അഭിപ്രായത്തില് നല്ല കളിച്ചു വളരാനുള്ള ഗ്രൗണ്ടുകൾ നമ്മുടെ നാട്ടിലില്ല. അത് കൊണ്ടുവരണം. ആ പൈസ എന്ത് വയനാട് എന്താ ഗ്രൗണ്ട് അല്ലേ? സ്റ്റേഡിയം, കോഴിക്കോട്, മലപ്പുറത്ത് ഒക്കെ സ്റ്റേഡിയത്തിലാണ്. പക്ഷെ ഇജെന്താ പോയി കുറെ കാലമായാലും ഈ കാടോടും മുള്ളുകൂടി എക്സസൈസ് ചെയ്യണത്. എന്താ അവിടെ പോയിട്ട് നല്ല ഫുട്ബോൾ കളിക്കുന്ന ആളാണല്ലോ, എന്താ പന്തും കൊണ്ട് വയനാട് സ്റ്റേഡിയത്തിൽ പോയിക്കാം, മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ പോയിക്കാം. മലപ്പുറം ഫുട്ബോളിന്റെ മക്ക എന്നൊക്കെ പറയാലോ. നല്ല ഗ്രൗണ്ട് ഉണ്ടോ? ഒരു 20 വർഷം മുമ്പ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എത്ര കളിക്കാരെ വാടുന്നിരുന്നു. ഇപ്പൊ വേറെ എണ്ണാമത്തെ കുട്ടികൾ മാത്രമേ ഉള്ളൂ കളിക്കാരില്ലാത്തതുകൊണ്ട്. പണ്ട് KCB ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നെ പോലീസിലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കളിച്ചു വളർന്ന ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. ഈ ക്ലബ്ബുകളൊക്കെ 7s 11s കളിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടം പോലെ നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇന്നെന്താ കാണാത്തത്? കാരണം അവർക്ക് കളിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കൊണ്ടുവരുന്ന പൈസ ചെലവാക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു 2 മടങ്ങ് നമ്മളെ കുട്ടികൾക്ക് പഠിച്ചു വളരാനും, നമുക്ക് എക്സസൈസ് ചെയ്യാനും, നമുക്ക് തട്ടി കളിക്കാനും, നമ്മളൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് തട്ടി കളിക്കാനൊക്കെ ഗ്രൗണ്ട് ഉണ്ടാകട്ടെ. അതാണ് ഞാൻ എന്റെ അഭിപ്രായം. ഇപ്പൊ വയനാട് സ്റ്റേഡിയത്തിൽ ഒരുപാട് കളി നടന്നല്ലോ അല്ലേ? മെസ്സി കേരളത്തിൽ വരട്ടെ, പക്ഷേ കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല ഗ്രൗണ്ട് ഉണ്ടാവട്ടെ, നമുക്കിവിടെ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം, നല്ലൊരു കളിയൊക്കെ ഉണ്ടാകട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ മലപ്പുറം കോട്ടപ്പടിയൊക്കെ ഉണ്ടല്ലോ, ഇത് പോയൊക്കെ മണിക്കൂറിന് 1300 1500 രൂപ കെട്ടിന് വെച്ചാല് എനിക്കൊരു പന്തും കൊണ്ടിട്ട് ആ ഗ്രൗണ്ടിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കടക്ക് പുറത്തുനിന്ന് പറയേണ്ടി വരും.